നമസ്തേ. നമസ്തേ. +2 ശേഷം ഒരു വർഷം നാം നമ്മുടെ സ്വപ്നത്തിലേക്ക് എത്തിച്ചേരാനായിട്ട്, അത് നേടിയെടുക്കാനായിട്ട് ഒരു വർഷം മാറ്റി വെക്കണമോ? ആ ഒരു ചിന്ത പലരിലുമുണ്ട്. അതിനു വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ആ ഒരു റിപ്പീറ്റേഴ്സ് പ്രോഗ്രാമിൽ ചേർന്നുകൊണ്ട് തങ്ങൾ ആഗ്രഹിച്ചതെന്തോ, ഗവൺമെൻറ് മേഖലയോ സ്വകാര്യ മേഖലയോ MBBS എഞ്ചിനീയറിങ്ങോ IITകളോ NITകളോ ഒക്കെ സ്വപ്നം കണ്ടിട്ട് ആ ഒരു തീരുമാനമെടുത്ത് റിപ്പീറ്റ് ചെയ്യാനായിട്ട് വരുന്ന ധാരാളം വിദ്യാർത്ഥികളെ നമ്മുടെ വിവിധ ക്യാമ്പസുകളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. റിപ്പീറ്റേഴ്സിനായിട്ട് ചേരുന്ന വിദ്യാർത്ഥികളോട് ഒരു വാക്ക്, അത് ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളെ അഭിമുഖീകരിച്ച മായറാണി ടീച്ചർ എന്ന് തന്നെ നമുക്ക് ചോദിച്ചു മനസ്സിലാക്കാം. ടീച്ചറെ, പല സിലബസ് പഠിച്ച കുട്ടികൾ, സ്റ്റേറ്റ് സിലബസ്, CBC, ISC, പലവിധ സിലബസിൽ പഠിച്ച കുട്ടികൾ, എൻട്രൻസുകൾക്ക് നമുക്കറിയാം ഒരു കോമൺ സിലബസിനെയാണ് ഇവർ ഫേസ് ചെയ്യേണ്ടത്. +2 വളരെ ഉയർന്ന മാർക്ക് കിട്ടിയ കുട്ടികളാണ്. നമ്മുടെ ക്ലാസ്സിലിരിക്കുന്ന എല്ലാ കുട്ടികളും ഏതാണ്ട് അക്കാഡമിക് നിലവാരം ഒരേ നിലവാരവും ഉയർത്തുന്നവരാണ്. +2 ശേഷം റിപ്പീറ്റ് ചെയ്യാൻ വരുന്നു. ഓരോ സ്കൂളുകളിലെയും ക്ലാസ്സുകളിലെയും ഒക്കെ ടോപ്പേഴ്സാണ് അവർ. ആ ഓരോ ഗ്രാമങ്ങളിലെയും അല്ലെങ്കിൽ പട്ടണങ്ങളിലെയും ഒക്കെ ഏറ്റവും സ്കൂൾ ടോപ്പേഴ്സാണ്. അവർ പഠിച്ച 12 വർഷക്കാലവും ഒന്നെങ്കിൽ 1ാം റാങ്ക് അല്ലെ 2ാം റാങ്ക് അല്ലെ ആദ്യത്തെ 5-നകത്ത് ഏറ്റവും അടുത്തിരുന്ന് പഠിച്ച കൂട്ടുകാർ, അങ്ങനെ പലവിധ സ്വപ്നങ്ങളിൽ നിന്നാണ് അവർ ഈ ഒരു റിയാലിറ്റിയിലോട്ട് എത്തുന്നത്. റിപ്പീറ്റ് ചെയ്യുമ്പോൾ ഈ ഒരു റിയാലിറ്റി മാറിയിട്ട് മലയാളികൾ ഒരുമിച്ച് പരസ്പരം ഏറ്റവും ആരോഗ്യകരമായിട്ടുള്ളൊരു കോമ്പറ്റീഷൻ മേഖല എന്താണ്? ആദ്യമായി റിപ്പീറ്റ് ചെയ്യാൻ വരുമ്പോൾ ഒരു മാനസികമായ ഒരു തയ്യാറെടുപ്പ് വേണ്ടത് എന്താണ്? ആദ്യമായിട്ട് അവർ അതൊരു റിയാലിറ്റി ആയിട്ട് തന്നെ ആക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. കാരണം ഈ പറയുന്ന പോലെ സ്കൂളിൽ നമുക്ക് അത്യാവശ്യം നമ്മൾ നന്നായിട്ട് പഠിച്ച് നന്നായിട്ട് പരീക്ഷ എഴുതി നല്ല മാർക്ക് അക്കാഡമിക് നിലവാരത്തിൽ ഏറ്റവും മികച്ച് നിൽക്കുന്ന കുട്ടികൾ, ഏറ്റവും മെറിറ്റോറിയസ് ആയിട്ടുള്ള കുട്ടികളാണ് നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. അപ്പോൾ ഏറ്റവും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എന്നെപ്പോലെ അല്ലെങ്കിൽ ഞാൻ എങ്ങനെയാണോ കഷ്ടപ്പെട്ട് പഠിച്ചത് അതേ നിലവാരം പുലർത്തുന്ന, അതേപോലെ കഷ്ടപ്പെടാൻ തയ്യാറുള്ള, അതേ രീതിയിൽ അക്കാഡമിക് എക്സലൻസ് ഉള്ള ആൾക്കാരാണ് ഞാൻ മത്സരിക്കാൻ വേണ്ടി പോകുന്നതെന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കുക, ഒന്നാമത്തെ കാര്യം. ഇനി അടുത്ത കാര്യം, ഇതൊരു കോമ്പറ്റിറ്റീവ് എക്സാമിനേഷൻ ആകുമ്പോൾ അതിൽ ഉണ്ടാകാൻ പോകുന്ന അല്ലെങ്കിൽ എന്തൊക്കെയാണ് വ്യത്യാസങ്ങൾ, ഞാൻ ഇതുവരെ പഠിച്ചതിൽ നിന്നും ഒരു പുതിയ സ്ഥലത്തേക്ക് അല്ലെങ്കിൽ ഒരു പുതിയ ചിട്ടവട്ടത്തിലേക്ക് പോകുമ്പോൾ ആദ്യം ഉൾക്കൊള്ളേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഇത്രയും നാൾ പഠിച്ചു വന്ന അതേ കോൺസെപ്റ്റ്, അതേ കോണ്ടന്റുകളൊക്കെ തന്നെയാണ് നമ്മൾ പഠിക്കുന്നതെങ്കിലും നമ്മൾ ഇതുവരെ പഠിച്ചു വന്ന ഒരു രീതിയിലല്ല ഇനി പഠിക്കേണ്ടത് എന്നുള്ളൊരു കാര്യമാണ്. ഒരുപക്ഷെ അത് നമ്മൾ ആദ്യമായിട്ട് 1ാം ക്ലാസ്സിൽ ചെന്ന് ചേരുമ്പോൾ എങ്ങനെയാണോ നമ്മൾ ഓരോ കാര്യത്തെയും ആദ്യം പഠിച്ചു വരുന്നത് അതുപോലെ തന്നെ നിങ്ങൾ പഠിച്ച് തുടങ്ങേണ്ടതാണ്. എനിക്കിത് നന്നായിട്ട് അറിയാം, ഞാൻ 99% അല്ലെങ്കിൽ 100% വാങ്ങിച്ച ആളാണ് എന്ന് വിചാരിച്ചിട്ടല്ല ഒരു പാഠഭാഗത്തെയും അപ്രോച്ച് ചെയ്യേണ്ടത്. കാരണം നിങ്ങൾ പഠിച്ച കോണ്ടന്റുകൾ തന്നെയാണ് ഞങ്ങൾ പറഞ്ഞു തരുന്നത്, അതേ കോൺസെപ്റ്റുകൾ തന്നെയാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. പക്ഷെ അതിൻ്റെ വേ കുറച്ച് ഡിഫറെൻ്റ് ആണ്. അവിടെയാണ് ഞാൻ 100 മാർക്ക് വാങ്ങിച്ചിട്ടും എന്തേ എനിക്ക് റാങ്ക് കിട്ടുന്നില്ല, അല്ലെങ്കിൽ ഞാൻ സ്കൂളിൽ ഫസ്റ്റ് റാങ്ക് ആയിട്ടും ഇവിടെ വന്നപ്പോൾ അല്ലെങ്കിൽ ഒരു കോമ്പറ്റിറ്റീവ് എക്സാമിനേഷൻ എഴുതിയപ്പോൾ എന്തുകൊണ്ട് ഞാൻ പിറകിൽ പോകുന്നു എന്നുള്ളതിന് ഏറ്റവും വലിയൊരു ചോദ്യം അവിടെ തന്നെയാണ് നമുക്ക് ആൻസർ പറയാനുള്ളത്. നമ്മൾ പഠിച്ചു വരുമ്പോൾ നമ്മൾ ഇതുവരെ ഡിസ്ക്രിപ്റ്റീവ് എഴുതി, നമുക്ക് അത്യാവശ്യം ലാംഗ്വേജ് ഒക്കെ ഉണ്ട്, ഒരു കാര്യത്തിനെ കുറിച്ച് ഒരു ഐഡിയ, ഒരു ഏകദേശം ഒരു ഐഡിയ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് അത്യാവശ്യം ലാംഗ്വേജ് ഉണ്ടെങ്കിൽ എഴുതി വെക്കാൻ പറ്റും. പക്ഷെ നമ്മളതൊരു ഒബ്ജക്റ്റീവിലേക്ക് വരുമ്പോൾ ഒരു വലിയൊരു കോർ കോൺസെപ്റ്റിൽ നിന്ന് അതൊരു സിംഗിൾ ആൻസറിലേക്ക് മാറുമ്പോൾ, അതും ഉള്ള ഓപ്ഷൻ എല്ലാം ഏകദേശം നമുക്ക് സെയിം ആണെന്ന് തോന്നുന്ന ഒരു ഓപ്ഷൻ വരുന്നിടത്ത് നിന്ന് ആ സിംഗിൾ ആൻസർ പിക്ക് ചെയ്യുക, അതും കൃത്യമായ സമയത്തിനുള്ളിൽ പിക്ക് ചെയ്യുക. ചിലപ്പോൾ നിങ്ങൾക്കത് പിക്ക് ചെയ്യാൻ പറ്റുമായിരിക്കും, പക്ഷെ നിങ്ങൾ ഇതുവരെ എടുത്ത സമയം എന്ന് പറയുന്നത് ഒരു 10 മിനിറ്റ് കൊണ്ടാണ് പിക്ക് ചെയ്തതെങ്കിൽ ഇനി നിങ്ങൾ എടുക്കേണ്ട സമയം 1 മിനിറ്റിലേക്ക് ചുരുങ്ങണം. സോ ഈ 10 മിനിറ്റിൽ നിന്നും 1 മിനിറ്റ് എന്ന് പറയുന്ന ആ ഒരു സമയം അത് ചുരുക്കുക എന്ന് പറയുന്നത് ഡെഫിനറ്റായിട്ടും നിങ്ങൾ ആ പഠിച്ച കോണ്ടന്റുകൾ, പഠിച്ച സാധനങ്ങൾ എങ്ങനെയാണോ നിങ്ങൾ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത്, നിങ്ങൾ എങ്ങനെയാണോ തിരിച്ചു കൊടുക്കുന്നത് അതിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതിനുള്ള തയ്യാറെടുപ്പാണ് അത്. നിങ്ങളൊന്നും കൊണ്ടും പേടിക്കേണ്ട, ഞങ്ങളെല്ലാവരും അതിന് നിങ്ങളെ വഴി കാട്ടും. പക്ഷെ നമ്മൾ ചൂണ്ടിക്കാട്ടുന്ന വഴിയിലൂടെ കൃത്യമായി നടക്കുക എന്നുള്ളതാണ് ഓരോ കുട്ടിയും ചെയ്യേണ്ടത്. തീർച്ചയായിട്ടും. കാരണം നമുക്കറിയാം, ഇപ്പോൾ +2 മാർക്കിൻ്റെ കാര്യം അല്ലെങ്കിൽ കഴിഞ്ഞ വർഷത്തെ 2024 എൻട്രൻസുകളിലൊക്കെ ഏറ്റവും ഉന്നത നിലവാരം പുലർത്തിയവരാണ് നിങ്ങൾ. അതിൽ നിന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാകേണ്ട കാര്യം, നിങ്ങൾ പൊട്ടൻഷ്യൽ ഉള്ളവരാണ്. ഈ പറയുന്ന മേഖലകളിലോട്ട് അല്ലെ 2025 എൻട്രൻസിൻ്റെ മേഖലയിൽ ഏറ്റവും നല്ല മേഖലയിലോട്ട് വരാൻ കഴിവുള്ളവരാണ്. അവരെ കൃത്യമായൊരു വഴികാട്ടി, കൃത്യമായൊരു സിസ്റ്റമാറ്റിക്കിലൂടെ തന്നെ എൻട്രൻസുകളിലോട്ട് എത്തിക്കേണ്ട ഒരു രീതിയാണ് ബ്രില്യൻ്റ് അവലംബിക്കുന്നത്. അപ്പം അതിൽ നിന്ന് തരാൻ, ഒരു തയ്യാറെടുക്കാൻ
കുറച്ച് സാവകാശം വേണം. അത് തന്നെയാണ് ഞാൻ ആദ്യം പറഞ്ഞത്. കാരണം നിങ്ങളെല്ലാവരും ഓരോ സ്കൂളുകളിലെ ടോപ്പേഴ്സാണ്. അത് 10,000ങ്ങളിലോട്ട് എത്തുമ്പോൾ അതിലൊരാളായി മാറുമ്പോൾ ആ സാവകാശം, നിങ്ങളുടെ മാനസികമായിട്ടുള്ള ഒരു തയ്യാറെടുപ്പ് തീർച്ചയായിട്ടും അതിന് കൊടുക്കേണ്ടതുണ്ട്. കാരണം ചിലപ്പം ആദ്യത്തെ ദിവസം എക്സാമുകൾ വന്നു, അല്ലെങ്കിൽ ഒരു മാസത്തെ എക്സാമുകളിലൊക്കെ നമുക്ക് പലവിധ റാങ്കിങ് സ്കീമുകളോ അല്ലെങ്കിൽ മാർക്കൊക്കെ ആയിരിക്കാം. ആദ്യം നമ്മൾ തയ്യാറെടുക്കേണ്ടത് കൃത്യമായി പഠിക്കുവാൻ വേണ്ടിയിട്ടാണ്. ആദ്യം നമ്മൾ റെഗുലറായിട്ടുള്ള ക്ലാസ്സുകൾ, തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, കൃത്യമായ ക്ലാസ്സുകൾ, തുടർച്ചയായിട്ടുള്ള ക്ലാസ്സുകൾ, അതിനുശേഷം നമുക്ക് ഇവിടെ തന്നെ ഇരുന്ന് പഠിക്കാനുള്ള സമയങ്ങൾ. അപ്പം ആ പഠിക്കാനുള്ള, എങ്ങനെയാണ് എൻട്രൻസുകൾക്ക് വേണ്ടി പഠിക്കേണ്ടത്, എങ്ങനെയാണ് കൃത്യമായിട്ട് NCERTയുടെ ബുക്കുകളിലൂടെ കടന്നു പോകേണ്ടത്, എങ്ങനെയാണ് എളുപ്പം ഒരു ആൻസറിലോട്ട് എത്തുന്നതെന്നൊക്കെയുള്ള പഠിക്കാനുള്ള ഒരു മാനസികമായ തയ്യാറെടുപ്പാണ് ഇവർ നടത്തേണ്ടത്, അല്ലേ? അപ്പം ആ പഠിക്കേണ്ട രീതി, പല സിലബസിൽ നിന്ന് വന്ന കുട്ടികളുണ്ട്, സ്റ്റേറ്റ് സിലബസ്, CBSE, ISE ഒക്കെ. ഇവരൊക്കെ ഈ എൻട്രൻസിൻ്റെ മേഖലയിലോട്ട് വരുമ്പോൾ എങ്ങനെയാണ് പഠിക്കേണ്ടത്, ക്ലാസ്സുകളിൽ നിന്ന് ടീച്ചർമാർ പഠിപ്പിക്കുന്നത് എങ്ങനെയാണ് ഉൾക്കൊള്ളേണ്ടത്? ആദ്യത്തെ കാര്യം, ടീച്ചർ എന്താണോ പറയുന്നത് അത് ശ്രദ്ധയോടെ കേട്ടിരിക്കുക എന്നാണ്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ 100 മാർക്ക് വാങ്ങിച്ചു, എനിക്കത് അറിയാം, എനിക്ക് ബയോളജി അറിയാമെന്നുള്ളത് കൊണ്ടാണ് ഞാൻ ബയോളജിയിൽ 100 മാർക്ക് വാങ്ങിച്ചത് എന്ന് നിങ്ങൾ ഒരു കാരണവശാലും ചിന്തിക്കരുത്. മറിച്ച് ആ പറഞ്ഞു തരുന്ന അധ്യാപകൻ എന്ത് കോൺസെപ്റ്റാണോ പറയുന്നതെന്ന് കൃത്യമായിട്ട് ക്ലാസ്സിലിരുന്ന് തന്നെ അത് ആക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. റെഗുലർ ക്ലാസ്സുകളുടെ ഒരു പ്രാധാന്യവും, പ്രത്യേകിച്ചും വീട്ടിൽ നിന്നൊക്കെ മാറി നിൽക്കുമ്പോൾ നമുക്ക് ആദ്യത്തെ 2-3 ദിവസം വരാൻ പോലും ബുദ്ധിമുട്ടായിരിക്കും. കാരണം നമ്മളിപ്പോൾ കുറച്ച് ദിവസമായിട്ട് വീട്ടിലൊക്കെ നിന്ന് നമുക്കൊരു 2 മണിക്കൂർ ക്ലാസ്സിലൊക്കെ ഇരിക്കുക എന്ന് പറയുമ്പോൾ പോലും ഒരു ബുദ്ധിമുട്ടുണ്ടാകും. പക്ഷെ ആ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കൂടി നിങ്ങൾ ഏത് അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപികയാണോ ക്ലാസ് എടുക്കുന്നത്, ആ അധ്യാപകൻ എന്താണ് പറയുന്നത്, എന്താണ് ആ കോൺസെപ്റ്റ്, എങ്ങനെയാണ് അവർ പറഞ്ഞു തരുന്നതെന്ന് കൃത്യമായിട്ട് ക്ലാസ്സിൽ വെച്ച് തന്നെ മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ, ഞങ്ങളിപ്പോൾ 1.5 മണിക്കൂർ ക്ലാസ് എടുക്കുന്നു, 1.5 മണിക്കൂറും പറഞ്ഞ കോണ്ടന്റ് ചിലപ്പോൾ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റില്ല. പക്ഷെ 1 മണിക്കൂറെങ്കിലും നമ്മൾ പറഞ്ഞ കോൺസെപ്റ്റുകൾ കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കണം. മാത്രമല്ല, അന്ന് വൈകുന്നേരം ചെന്നാൽ ഉടൻ തന്നെ ആ കോൺസെപ്റ്റുകൾ കൃത്യമായിട്ട് വായിച്ചപ്പോൾ കുറച്ചല്ലേ ആയുള്ളൂ, ഞാൻ നാളെ വായിക്കാം, മറ്റന്നാൾ വായിക്കാം, അങ്ങനെ നീക്കി വെക്കുന്ന പരിപാടിയേ ഇനി പാടില്ല. നമ്മൾ അപ്പം തന്നെ മാക്സിമം അന്ന് വൈകുന്നേരം, കാരണം കുറച്ച് ആദ്യത്തെ സമയങ്ങളിൽ എന്തായാലും കുറച്ചേ പഠിപ്പിക്കുള്ളൂ, അത് അന്ന് തന്നെ പഠിച്ചു തീർക്കുക. ഇനി വേറെയും ഒരു കാര്യം സർ, നമുക്കിപ്പോൾ രാവിലെ തൊട്ട് ഉച്ചവരെയാണ് ക്ലാസ്. അപ്പോൾ ആ ഉച്ചവരെ ക്ലാസ് കഴിയുമ്പോൾ നിങ്ങൾക്ക് നോർമലി ഇപ്പോൾ നമ്മൾ വീട്ടിൽ നിന്നൊക്കെ മാറി നിൽക്കുമ്പോൾ തിരിച്ച് ഹോസ്റ്റലിൽ പോകണം. അപ്പോൾ അമ്മയെ ഓർക്കും ഒന്ന്, അപ്പോൾ ആ സങ്കടം മാറ്റാൻ ഒന്ന് കിടന്ന് ഉറങ്ങാൻ തോന്നും, നമ്മൾ കൂടുതൽ സമയം ഉറങ്ങും, അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ കൂടെ, റൂംമേറ്റ്സിൻ്റെ കൂടെ സംസാരിക്കും. അതൊക്കെ നോർമലായിട്ട് ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾ അങ്ങനെയല്ല ചെയ്യേണ്ടത്. ഉച്ചവരെയാണ് ക്ലാസ് എങ്കിൽ നമുക്കിവിടെ റെഫറൻസ് സൗകര്യമുണ്ട്, അധ്യാപകരെല്ലാം പ്രൊഫസേഴ്സ് റൂമിൽ ഉണ്ടാകും, നല്ലൊരു ലൈബ്രറി സൗകര്യം നമുക്കുണ്ട്. സോ ഫസ്റ്റ് ഡേ ഓൺവേർഡ്സ് നമ്മുടെ സിസ്റ്റത്തിലേക്ക് വരിക. ഉച്ചവരെയുള്ള ക്ലാസ് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് നിങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാവുക. ക്യാമ്പസിൽ മാക്സിമം സമയം ചെലവഴിക്കുക, അത് ഏറ്റവും ഫ്രൂട്ട്ഫുൾ ആയിട്ട് ചെലവഴിക്കുക. അത് ആദ്യത്തെ ദിവസം കൊണ്ട് തന്നെ, ആദ്യത്തെ ദിവസം മുന്നേ തന്നെ നിങ്ങൾ അത് ചെയ്തു തുടങ്ങിയിരിക്കണം. ആ സിസ്റ്റത്തിലോട്ട് എത്രയും പെട്ടെന്ന് എത്തിച്ചേരുക, അതൊരു അക്സെപ്റ്റ് ചെയ്യാനുള്ളൊരു മനസ്സ് കാണിക്കുക എന്നുള്ളത് തന്നെയാണ് ആദ്യം ചെയ്യേണ്ടത്. കാരണം കൃത്യമായിട്ടുള്ള ഈ ഒരാഴ്ചയിലെ ക്ലാസ്സുകൾ, വീണ്ടും ശനിയും ഞായറും സ്റ്റഡി ലീവ്, തിങ്കളാഴ്ചകളിൽ എക്സാം, അത് ഏതാണെങ്കിലും, JEE മെയിൻ ആണെങ്കിലും, JEE അഡ്വാൻസ്ഡ് ആണെങ്കിലും, കേരള എഞ്ചിനീയറിംഗ് ആണെങ്കിലും, നീറ്റ് ആണെങ്കിലും, NCERT ബേസ്ഡ് ആണെങ്കിലും, ഓരോ ചാപ്റ്റർ ബേസ്, കാരണം ഡെയിലി എക്സാമുകളാണ്, A+ എക്സാമുകൾ, ഓരോ ചാപ്റ്ററുകളുടെയും NCERT എക്സാമുകൾ, എല്ലാ ദിവസവും എക്സാമുകളാണ്. അപ്പം ആ ഒരു പഠിത്തത്തിൻ്റെ രീതിയിലോട്ട് എത്തിച്ചേരുക, പഠിക്കേണ്ടത് എങ്ങനെയാണെന്നുള്ളത് പഠിക്കുക. കാരണം റിപ്പീറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും കുട്ടികൾ ഒരു ഏപ്രിൽ മാസമൊക്കെ ആകുമ്പോൾ പറയുന്നത്, സാറേ അല്ലെങ്കിൽ ടീച്ചറെ ഞങ്ങൾ പഠിക്കേണ്ടത് എങ്ങനെയാണെന്ന് പഠിച്ചു വന്നത് തന്നെ ജനുവരി ആയി. അപ്പം അത് കഴിഞ്ഞിട്ട് അത് വീണ്ടും മോഡൽ എക്സാമുകളിലോട്ട് ഇൻ്റർപ്രറ്റ് ചെയ്ത് വന്നപ്പോൾ സ്വാഭാവികമായിട്ട് ഞങ്ങൾക്കത് ആ റാങ്കിങ്ങിലോട്ട് അല്ലെ മാർക്കിംഗ് സ്കീമിലോട്ട് എത്താനായിട്ട് സാധിച്ചില്ല. അതുകൊണ്ട് ഞാൻ വീണ്ടും ഒരിക്കൽ കൂടി ചെയ്ത് കഴിഞ്ഞാൽ ഒരു പക്ഷേ എനിക്ക് കഴിയും, കാരണം റിസൾട്ട് കിട്ടുന്നത് കണ്ടിട്ടുമുണ്ട്. ആ ഒരു കാര്യം നിങ്ങളിൽ ആവർത്തിക്കപ്പെടരുത്. എത്രയും പെട്ടെന്ന് തന്നെ ആ സിസ്റ്റത്തിലോട്ട് എത്തണം, അതിനെ സ്വീകരിക്കണം. ക്ലാസ്സുകൾ രാവിലെ പഠിപ്പിക്കുന്നത് അന്ന് ഉച്ച കഴിഞ്ഞിട്ട് വീണ്ടും 5:30 വരെ നിങ്ങൾക്ക് ക്യാമ്പസുകളിൽ പെൺകുട്ടികൾക്കും 8:30 വരെ ആൺകുട്ടികൾക്ക് ക്യാമ്പസിൽ ചെലവഴിക്കാം. റെഫറൻസിൻ്റെ സൗകര്യങ്ങൾ, ലൈബ്രറി സൗകര്യങ്ങൾ, ഡൗട്ട് ക്ലിയറൻസ് ഫെസിലിറ്റി, ലേണിംഗ് ആപ്പിൻ്റെ ഫെസിലിറ്റി, എല്ലാ സൗകര്യങ്ങളെയും അവനോൻ ഏതാണോ പാകം അതിനനുസരിച്ച് പഠിക്കുക. അപ്പം ആദ്യം തന്നെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ നമ്മളുടെ റാങ്കിങ് സ്കീമിലൊക്കെ ഒന്നും നിങ്ങൾ നോക്കേണ്ടതില്ല. തീർച്ചയായിട്ടും ഈ പഠിക്കേണ്ട രീതി
NCERTകൾ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി ഓരോ ചാപ്റ്ററുകളും ഏറ്റവും കൃത്യമായിട്ട് പഠിക്കേണ്ടത് എങ്ങനെയുണ്ടെന്നാണ് ആദ്യത്തെ ഒരു 6 മാസക്കാലം നിങ്ങൾ പഠിക്കേണ്ടത്. ആ ചാപ്റ്ററുകളിലൂടെ ഓരോ ലെവൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പല രീതികൾ വന്നുകൊണ്ടിരിക്കും. ഒരു ചാപ്റ്റർ തന്നെ പല ആവർത്തി നിങ്ങളുടെ മുമ്പിലൂടെ കടന്നുപോയിക്കും അടുത്ത മെയ് വരെയുള്ള സമയങ്ങളിൽ. അപ്പം അതിൽ കൺസെപ്റ്റ് എത്രത്തോളം നിങ്ങൾ പഠിക്കുന്നുവോ, നിങ്ങൾ ഓൾറെഡി കപ്പാസിറ്റി ഉള്ളവരാണ് എങ്കിലും മുഴുവൻ ചാപ്റ്ററുകളും ഞങ്ങൾ ക്ലാസ്സുകളിൽ എടുക്കുന്നുണ്ട്. ആ മുഴുവൻ ക്ലാസ്സുകളിലൂടെ നിങ്ങൾ കടന്നു പോകണം. എന്നിട്ട് വേണം നമുക്ക് ജനുവരി മുതലുള്ള മോഡൽ എക്സാമുകളും അവസാനം നമ്മൾ മെയിലോട്ട് ഫൈനൽ എക്സാമിലോട്ടും എത്തിപ്പെടാനായിട്ട്. അപ്പം ആദ്യം തന്നെ അത് പറയുകയാണ്. കാരണം ജനുവരി ആകുമ്പോൾ അല്ലെങ്കിൽ ഫെബ്രുവരി ആകുമ്പോഴല്ല നമ്മൾ പറയേണ്ടത് പഠിക്കേണ്ടത് എങ്ങനെയാണെന്ന് ഞാൻ പഠിച്ചു എന്ന് പറയേണ്ടത് ആ സമയത്തല്ല. ആദ്യം മുതൽ തന്നെ കൃത്യമായിട്ട് ഫാക്കൽറ്റികൾ പറയുന്ന ആ ക്ലാസ്സുകൾ ശ്രദ്ധിച്ചിരിക്കുകയും ഓരോ ചാപ്റ്ററുകളുടെയും ഓരോ ലൈൻ ബൈ ലൈൻ, ഓരോ വേർഡ് ബൈ വേർഡ്, ഓരോ പ്രോബ്ലംസിലൂടെയും നിങ്ങൾ കൃത്യമായിട്ട് കടന്നു പോവുകയും ചെയ്യണം. വേണം സർ. ഫിസിക്സ്, കെമിസ്ട്രി ഒക്കെ ആണെങ്കിൽ ഈ പറയുന്ന പോലെ നമുക്ക് ചിലപ്പോൾ നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ ഓരോ കാര്യങ്ങളും, ബയോളജി പിന്നെയും കുറച്ചുകൂടെ വായിച്ച് പഠിച്ചതായതുകൊണ്ട് ആ പ്രോബ്ലം വരില്ല. പക്ഷെ ഫിസിക്സും കെമിസ്ട്രിയും എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടായിരിക്കും നിങ്ങൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ടാവുക. ഡിസ്ക്രിപ്റ്റീവിന് വേണ്ടി പഠിച്ച നിങ്ങൾക്ക് അതിൽ നിന്നും വലിയൊരു കോണ്ടന്റിൽ നിന്ന് അല്ലെങ്കിൽ ഒരു കോൺസെപ്റ്റിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ ഏത് ഫോമുലയാണ്, അതെങ്ങനെ അപ്ലൈ ചെയ്യണം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ ഡൗട്ട് വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ ആദ്യം വരുന്ന ഡൗട്ടുകൾ ഒരു പക്ഷേ ഒരിക്കലും അത് അയ്യോ ഞാൻ ഇത്രയും താഴെയാണോ, അല്ലെങ്കിൽ ആ അധ്യാപകൻ പഠിപ്പിച്ചത് ശരിയാഞ്ഞിട്ടാണോ, അല്ലെങ്കിൽ എനിക്ക് പഠിക്കാനുള്ള കഴിവില്ലാഞ്ഞിട്ടാണോ, അങ്ങനെ ഒന്നും ചിന്തിക്കരുത്. നിങ്ങളപ്പം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഞാൻ ഏറ്റവും ആദ്യം തുടങ്ങിയതുപോലെ നമ്മൾ 1-ാം ക്ലാസ്സിലേക്ക് കാലെടുത്ത് വെക്കുവാണ്. 1-ാം ക്ലാസ്സിലേക്ക് ആദ്യത്തെ ക്ലാസ്സിൽ കയറുമ്പോൾ നമുക്കൊന്നും അറിഞ്ഞുകൂടാ. ആ ഒന്നും അറിഞ്ഞുകൂടാ എന്നുള്ള മെന്റാലിറ്റിയിൽ തന്നെ ഏറ്റവും ശൂന്യമായ ഒരു പാത്രത്തിലെ നമുക്ക് നിറയ്ക്കാൻ പറ്റും. ഒരു empty ആയിട്ടിരിക്കുന്ന ഒരു പോട്ടിലേക്ക് നമുക്ക് വെള്ളം ഒഴിക്കാൻ പറ്റും. സോ നിങ്ങൾ മനസ്സുകൊണ്ട് empty ആയിട്ട് തന്നെ ഇരിക്കണം. അധ്യാപകൻ പറയുന്നത് കേട്ടത് ഉൾക്കൊള്ളണം. ഫിസിക്സും കെമിസ്ട്രിയും ഒക്കെ നിങ്ങൾ പഠിച്ചതിൽ നിന്നും മാറി ഒബ്ജക്റ്റീവിലേക്ക് വരുമ്പോൾ നിങ്ങൾക്കത് അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട്, എല്ലാവർക്കും അല്ല എങ്കിൽ പോലും അങ്ങനെ ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് തോന്നിയാൽ, അയ്യോ ഞാൻ സ്റ്റേറ്റ് സിലബസിൽ പഠിച്ച കുട്ടിയാണ്, എന്നെ കൊണ്ട് ഇത് പറ്റത്തില്ല, ICSE-കാർക്കൊക്കെ ഇത് ഓൾറെഡി അറിയാം, അങ്ങനെ ഒന്നും നിങ്ങൾ വിചാരിക്കേണ്ട. നമുക്ക് നീറ്റിന് ഒരു പെർട്ടിക്കുലർ സിലബസ് ഉണ്ട്. അവിടെ ICSE ആയാലും സ്റ്റേറ്റ് ആയാലും CBSE ആയാലും ഒന്നും ഒരു പ്രോബ്ലവും ഇല്ല. നമ്മൾ പറയുന്നത് ശ്രദ്ധിച്ച് കേട്ട് മനസ്സിലാക്കി പഠിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അവിടെ നിങ്ങൾ ആദ്യത്തെ ചിലപ്പോൾ കുറച്ച് സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു സാറ് പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കാൻ ഒരു താമസം എടുക്കാം. അപ്പോൾ നിങ്ങൾ അയ്യോ എനിക്ക് ബേസ് ഇല്ല, അല്ലെങ്കിൽ എനിക്കിത് അറിയില്ലായിരുന്നു, ഞാൻ പഠിച്ച മോഡ് ശരിയായില്ല എന്നൊന്നും അല്ല ആലോചിക്കേണ്ടത്. ഇനി ഞാൻ എങ്ങനെ ആ മോഡിലേക്ക് എത്താം. ഒരു പെർട്ടിക്കുലർ ടോപ്പിക്ക് നിങ്ങൾക്ക് ക്ലാസ്സിൽ പെട്ടെന്ന് പറഞ്ഞപ്പോൾ അത് കിട്ടിയില്ല, അത് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. അപ്പോൾ പ്രോബ്ലം ചെയ്തപ്പോഴും നിങ്ങൾക്ക് കോൺസെപ്റ്റ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ അധ്യാപകനോടൊപ്പം അല്ലെങ്കിൽ നിങ്ങളെ കൂടെ ഉള്ള ഒരു വിദ്യാർത്ഥിയോടൊപ്പം നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റില്ല. അങ്ങനെ നിങ്ങൾക്ക് തോന്നിയാൽ നിങ്ങൾക്ക് നമ്മുടെ ലേണിംഗ് ആപ്പ് ഫെസിലിറ്റി ഉപയോഗിക്കാം. ആ ലേണിംഗ് ആപ്പിൽ ആ പെർട്ടിക്കുലർ ചാപ്റ്റർ, ഒരു ചാപ്റ്റർ തന്നെ പല അധ്യാപകർ എടുത്ത ക്ലാസ്സുകൾ ലേണിംഗ് ആപ്പിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള വേയിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന വേയിൽ ആരാണോ ഇന്റർപ്രറ്റ് ചെയ്തിരിക്കുന്നത് അത് കണ്ട്, ഇതിപ്പോൾ എൻ്റെ ചാപ്റ്റർ നിങ്ങൾക്ക് കാണണമെന്നില്ല, ആ ഒരു പെർട്ടിക്കുലർ പോർഷൻ മാത്രം ഒന്ന് കണ്ട് ആ കോൺസെപ്റ്റ് ഉറപ്പിക്കാം. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ അന്ന് തന്നെ ഈ പറയുന്ന പോലെ ഇവിടെ ഇരുന്ന റെഫറൻസ് വഴി ലേണിംഗ് റെഫറൻസിന് ഇരിക്കുന്ന കൂട്ടത്തിൽ ലേണിംഗ് ആപ്പ് വഴി നിങ്ങൾ ആ ഒരു കോണ്ടന്റ് ക്ലാസ്സിൽ എന്തെങ്കിലും കാര്യത്തിൽ നിങ്ങൾക്കൊരു മിസ്സിങ് വന്നു പോയിട്ടുണ്ടെങ്കിൽ അതും കൂടി ഉറപ്പിച്ചു പോയാൽ ആ പോർഷൻ നിങ്ങളത് നന്നായിട്ട് പഠിച്ചിട്ടുണ്ടാകും. ചുരുക്കം പറഞ്ഞാൽ നമ്മൾ പോകുന്നത് പോലെ, അതായത് ഇവിടുത്തെ സിസ്റ്റം എങ്ങനെയാണോ പോകുന്നത് അതേ രീതിയിൽ നിങ്ങൾ പോയാൽ നമ്മളൊരു ഡിസംബർ ജാനുവരി കൊണ്ട് കംപ്ലീറ്റ് +1 ആൻഡ് +2 സിലബസും തീർത്തിരിക്കും. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നമ്മൾ അത്രയും സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മുടെ ഓരോ നോട്ടുകളും, നമ്മുടെ ലെക്ചർ നോട്ട് ആയാലും, നിങ്ങൾക്ക് ക്ലാസ്സിൽ ചെയ്യുന്ന മെറ്റീരിയൽ ആയാലും, അതല്ല വീട്ടിൽ നിങ്ങൾക്ക് ചെയ്യാൻ തരുന്ന വർക്ക് ബുക്ക് ആയാലും, എല്ലാം തന്നെ ഈ ഒരു സിസ്റ്റമാറ്റിക് പാറ്റേണിലൂടെ വന്ന കാര്യങ്ങളാണ്. അപ്പം നിങ്ങൾക്ക് അത് കാണുമ്പോൾ ഒരു കോൺസെപ്റ്റ് പഠിച്ചു കഴിഞ്ഞാൽ ആ കോൺസെപ്റ്റിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻ പിന്നെ എവിടെ കണ്ടാലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റണം. പക്ഷെ പറ്റണം എന്ന് പറയുമ്പോൾ ഇത് ഒരു ദിവസം കൊണ്ട് ഒറ്റ രാത്രി കൊണ്ട് നേടാം എന്ന് വിചാരിക്കരുത്. മറിച്ച് അതിന് നല്ലൊരു ഹാർഡ് വർക്ക് നിങ്ങൾ ഇട്ടേ പറ്റൂ. ആ ഹാർഡ് വർക്കാണ് രാവിലെ തൊട്ട് ഉച്ചവരെ കൃത്യമായിട്ട് അധ്യാപകനെ കേൾക്കുക. അതിനുശേഷം ലേണിംഗ് ആപ്പിൽ എന്തെങ്കിലും ഡൗട്ട് തോന്നിയാൽ അതൊന്ന് ക്ലിയർ ചെയ്യുക. എന്നിട്ടും നിങ്ങൾക്ക് എവിടെയെങ്കിലും ഡൗട്ടിൻ്റെ ഒരു കണികയെങ്കിലും ഉണ്ടെങ്കിൽ പ്രൊഫസേഴ്സ് റൂമിലെത്തി അധ്യാപകനുമായിട്ട് സംസാരിക്കുക.
പഠിക്കുക, ഇത്രയും ഒക്കെ ചെയ്ത് അന്നത്തെ ക്വസ്റ്റ്യനും ചെയ്തിട്ടേ കിടക്കാവൂ. ഇതൊരു റൊട്ടീനായിട്ട് തന്നെ പോകണം. ഇത് നിങ്ങൾ ജാനുവരിയിലോ ഫെബ്രുവരിയിലോ മാർച്ചിലോ ഒന്നും തുടങ്ങേണ്ട കാര്യമല്ല. ഇത് നിങ്ങൾ ജൂൺ മുതൽ നമ്മുടെ കോഴ്സ് എന്നാണോ സ്റ്റാർട്ട് ചെയ്യുന്നത് അന്ന് മുതൽ തന്നെ തുടങ്ങിയാൽ നിങ്ങൾക്ക് അവസാന നിമിഷമാകുമ്പോൾ അയ്യോ എനിക്ക് ഇത്രയും ബാക്ക്ലോഗ്സ് ഉണ്ട്, അല്ലെങ്കിൽ ഞാൻ ആ ചാപ്റ്റർ ഇത്ര നന്നായിട്ട് പഠിച്ചിട്ടില്ല, ഇപ്പോഴാണ് എനിക്ക് ഫിസിക്സിൽ ബേസ് ഇല്ല എന്ന് മനസ്സിലാകുന്നത്, അങ്ങനെയുള്ള ഒരു കംപ്ലൈൻസും പറയാതെ തന്നെ മുന്നോട്ട് പോകാൻ പറ്റും. അതിന് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള വേ ഞങ്ങൾ കാണിച്ചു തരും. പക്ഷെ അതിലൂടെ കൃത്യമായിട്ട് നടക്കേണ്ടത് നിങ്ങളാണ്. തീർച്ചയായിട്ടും. കാരണം നമ്മുടെ ഈ 72 പേരിരിക്കുന്ന ആ ബാച്ചിനകത്ത് ഒരുപക്ഷെ റിപ്പീറ്റ് ചെയ്ത കുട്ടി ഉണ്ടാവാം, അല്ലെങ്കിൽ വളരെ റെസിഡൻഷ്യൽ ബാച്ചിൽ പഠിച്ച് വളരെ നന്നായിട്ട് പഠിച്ച കുട്ടി ഉണ്ടാവാം. ഇത്തവണത്തെ എൻട്രൻസിൽ തന്നെ വളരെ ഉയർന്ന മാർക്ക് കിട്ടിയ കുട്ടികൾ ഉണ്ടായിരിക്കാം, പലവിധ സിലബസിൽ പഠിച്ച കുട്ടികൾ. പക്ഷേ അക്കാഡമിക് നിലവാരത്തിൽ, അതായത് പൊട്ടൻഷ്യൽ ഉള്ള കാര്യത്തിൽ നിങ്ങൾ ഒരേ നിലവാരം പുലർത്തുന്ന കുട്ടികളാണ് എല്ലാ കുട്ടികളും. കാരണം കഴിവ് ഒരേപോലെയാണ്. പിന്നെ നിങ്ങൾ എത്രത്തോളം ഇതിനകത്തോട് ഡെഡിക്കേറ്റഡ് ആണ്, എത്രത്തോളം പെട്ടെന്ന് ഈ സിസ്റ്റം നിങ്ങൾ അംഗീകരിക്കുന്നു, ക്ലാസ്സുകളിൽ നിന്ന് എത്രത്തോളം നന്നായിട്ട് ഗ്രാസ്പ് ചെയ്യുന്നു, അത് വീണ്ടും വീണ്ടും ആവർത്തിച്ച് അത് ഉറപ്പിക്കുന്നു എന്നുള്ള കാര്യത്തിലാണ് നിങ്ങളുടെ കഴിവ് നിങ്ങൾ തെളിയിക്കേണ്ടത്. കാരണം ആ ഓട്ട മത്സരത്തിൽ നിങ്ങൾ ഈ ആദ്യം മുതലേ നിങ്ങൾ പിൻപന്തിയിലാണ് എന്ന് വിചാരിക്കരുത്. നിങ്ങളെല്ലാവരും ഒരുമിച്ചോടി പല ആവർത്തി ഓടി വിജയിച്ച് കഴിഞ്ഞവരാണ്. അതിനു വേണ്ടിയിട്ടുള്ളൊരു ഫൈനൽ തയ്യാറെടുപ്പെന്ന് മാത്രമേ നിങ്ങൾ റിപ്പീറ്റേഴ്സ് പ്രോഗ്രാമിനെ കാണാവുള്ളൂ. അപ്പോൾ അവിടെ നിങ്ങൾ ആദ്യം തന്നെ മാർക്കിനെയോ റാങ്കിനെയോ അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ തന്നെ കൺസെപ്റ്റ് എനിക്ക് മനസ്സിലാകുന്നില്ല എന്നുള്ള നേരത്തെയുള്ള പ്രീ ഡിറ്റർമിൻഡ് ആയിട്ടുള്ളൊരു തീരുമാനത്തിൽ നിങ്ങൾ എത്തിച്ചേരരുത്. മനസ്സിന് സാവകാശം നൽകി ക്ലാസ്സുകളിൽ നിന്ന് കിട്ടുന്നതിനെ അതിനെയൊക്കെ ഒന്ന് ഇഷ്ടപ്പെട്ട് ആ വീടുകളിൽ നിന്ന് മാറി നിൽക്കുന്ന സാഹചര്യത്തിനെയൊക്കെ ഒന്ന് ഉൾക്കൊണ്ടുകൊണ്ട്, കാരണം ഇനി നമ്മളൊരു പ്രൊഫഷണൽ മേഖലയിലോട്ട് ചെല്ലുകയാണ്. അവിടെ നാം കാണിക്കേണ്ട ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. അപ്പം അവിടെ ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട്, ചെറിയ സാങ്കേതികത്വം പറഞ്ഞുകൊണ്ട് നമ്മൾ നമ്മുടെ ഉത്തരവാദിത്തത്തിൽ നിന്ന് മാറി നിൽക്കാനല്ല, ആ ഉത്തരവാദിത്തങ്ങൾ ഏത് ഉത്തരവാദിത്തങ്ങളാണെങ്കിലും അതിനെ ഏറ്റെടുക്കാൻ കുറേശ്ശെ. കാരണം അച്ഛൻ്റെ അമ്മയുടെ ആ ചിറകനടിയിൽ നിന്ന് നമ്മൾ അല്പം മാറുകയാണ്, സ്വന്തം കാലിൽ നിൽക്കാൻ പരിശീലിക്കുകയാണ്. ഞങ്ങളുടെ ക്യാമ്പസുകളിലോട്ട് വരുന്ന 99% വിദ്യാർത്ഥികളും ആദ്യമായിട്ടാണ് ഹോസ്റ്റലുകളിലോട്ട് വരുന്നത്, വീടുകളിൽ നിന്ന് മാറി ഹോസ്റ്റൽ ലൈഫിലോട്ട് വരുന്നത്. അപ്പം ഉത്തരവാദിത്തങ്ങളിലോട്ട് എത്തുകയാണ്, ദിനചര്യകൾ സ്വന്തമായിട്ട് ചെയ്യാൻ തുടങ്ങുകയാണ്. അപ്പം ഇതിലെല്ലാം നാം വളരെ വളരെ ശ്രദ്ധിച്ച് അതിനെ കൈകാര്യം ചെയ്യും. ഇഷ്ടപ്പെട്ട് ഒന്ന് സ്നേഹിച്ച് ഈ ഒരു സിസ്റ്റത്തിലൂടെ കടന്നു പോകാനായിട്ട് ഏറ്റവും അധികം ശ്രദ്ധിക്കണം. തീർച്ചയായിട്ടും സാർ പറഞ്ഞ പോലെ, ഈ പറയുന്ന പോലെ ഒരു പകുതിയൊക്കെ ആകുമ്പോൾ, ഒരു കോഴ്സിൻ്റെ പകുതി ആകുമ്പോഴാണ് പല കുട്ടികളും വന്ന് ഇങ്ങനെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എനിക്ക് ആദ്യമേ ബേസ് ഇല്ലായിരുന്നു, ഇവിടുത്തെ റെസിഡൻഷ്യൽ ബാച്ചിൽ പഠിച്ച കുട്ടികളായിരുന്നു, അല്ലെങ്കിൽ അത് നേരത്തെ ഒന്ന് റിപ്പീറ്റ് ചെയ്തിട്ട് വന്നതാണ്, വേറെ ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ പഠിച്ചിട്ട് വന്നതാണ്, അപ്പോൾ ഓൾറെഡി അവർക്ക് അറിയായിരുന്നു, എനിക്കത് അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ് ഞാൻ പിറകി പോയതെന്ന്. അങ്ങനെ ഒരു കോൺസെപ്റ്റേ ഇല്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ കുട്ടികൾക്കും ഒന്നും അറിയാത്ത ഒരു കുട്ടി ആ ടോപ്പിക്കോ ആ കോൺസെപ്റ്റോ എന്തിനാ അതിൽ ടെക്സ്റ്റിൽ എന്താണെന്ന് പോലും അറിയില്ലാത്ത ഒരു കുട്ടി മുന്നിലിരിക്കുന്നത് പോലെയാണ് ഇവിടുത്തെ ഓരോ അധ്യാപകനും ക്ലാസ് എടുക്കുന്നത്. അവിടെ നിങ്ങളുടെ സിലബസ് ചേഞ്ചോ നിങ്ങളുടെ അക്കാഡമിക് എക്സലൻസോ അല്ലെങ്കിൽ ഒന്നും തന്നെ ഞങ്ങൾ നോക്കുന്നില്ല. ഈ പറയുന്ന പോലെ ഞങ്ങൾക്കറിയാം ഏറ്റവും മെറിറ്റോറിയസ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ആണ് ഞങ്ങളുടെ മുൻപിലെങ്കിലും ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ തുടങ്ങി ഒരു കുഞ്ഞിന്, ഒന്നും അറിയാത്ത ഒരു കുഞ്ഞിന് എങ്ങനെ മുകളിൽ എത്താം എന്നുള്ള രീതിയിൽ തന്നെയാണ് ഫിസിക്സ് ആയാലും കെമിസ്ട്രി ആയാലും ബയോളജി ആയാലും എല്ലാം ഞങ്ങൾ ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വേറൊരു കോഴ്സ് പഠിക്കാതെ വന്നത് ഒരു കുറവായിട്ടോ, അല്ലെങ്കിൽ ഞാൻ സ്റ്റേറ്റ് സിലബസ് പഠിച്ചു, മലയാളം മീഡിയത്തിൽ പഠിച്ചു, അതുകൊണ്ട് എനിക്കറിയില്ല എന്നുള്ളത് ഒരു കുറവായിട്ടോ, അല്ലെങ്കിൽ ഇതുവരെ ഞാൻ പഠിച്ചു വന്നതിൽ നിന്ന് മാറിപ്പോകുമ്പോൾ എനിക്ക് ആ കുട്ടിയോടൊപ്പം വേഗത്തിൽ ഒരു പ്രോബ്ലം ചെയ്യാൻ പറ്റുന്നില്ല, ഇതൊന്നും തന്നെ ഒരു കുറവായിട്ട് നിങ്ങൾ കാണരുത്. മറിച്ച് നിങ്ങളുടെ കുറവുകളെല്ലാം നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ, ഇതെല്ലാം എല്ലാ കുട്ടികൾക്കും എല്ലാ വർഷവും ഉണ്ടാകാറുണ്ട്, അതിനെ ഏറ്റവും ആദ്യം ഏറ്റവും വേഗത്തിൽ എങ്ങനെയാണോ പിടിച്ച് കയറുന്നത്, അത് അങ്ങനെ പിടിച്ചു കയറുന്ന കുട്ടികൾക്കാണ് വിജയം കിട്ടുന്നത് എന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അവിടെ വേറെ ഒരു കാര്യവും നമുക്കില്ല, സിലബസിന്റെ കാര്യമോ നമ്മുടെ മാർക്കിന്റെ കാര്യം പോലും നമ്മൾ അതിൽ കാര്യമായിട്ട് പറയുന്നില്ല. നിങ്ങൾ കൃത്യമായിട്ട് ഒന്നും അറിയാത്ത ഒരു കുട്ടി പഠിക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണോ പറഞ്ഞു കൊടുക്കുന്നത് അതുപോലെ ഞങ്ങൾ പറഞ്ഞു തരും. പക്ഷെ അത് കേട്ട് അതിനെ ഉൾക്കൊണ്ട് പിന്നെ അത് പ്രാക്ടീസ് ചെയ്ത് കേട്ടുൾക്കൊണ്ടാലും പോരാ. കാരണം ഇവിടെ പ്രാക്ടീസിന് വലിയൊരു പ്രാധാന്യമുണ്ട്. അപ്പോൾ എത്രയോ പ്രാവശ്യം നിങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ടാണ് ആ ഒരു ലെവലിലേക്ക് എത്തുന്നത്. അപ്പോൾ ആദ്യത്തെ ഒരു 1 മന്ത് ചിലപ്പം ഈ പറഞ്ഞ പോലെ മാർക്കൊക്കെ ആദ്യത്തെ കുറച്ച് സമയം നന്നായിട്ട് കുറഞ്ഞു വരാം. ചിലപ്പോൾ ഫിസിക്സിന് 100-ന് 100 വാങ്ങിച്ച ആള് ഇവിടെ വരുമ്പോഴത്തേക്കും മാർക്കൊന്ന് കുറഞ്ഞു പോയി. അപ്പോൾ എൻ്റെ ഫിസിക്സ് ഞാൻ പഠിച്ച ഫിസിക്സ് അല്ല, ഇത് വേറെന്തോ ആണ്, എനിക്ക് ബേസ് ഇല്ല, ഇങ്ങനെയൊക്കെയുള്ള ആവലാതികളും കരച്ചിലും ഒന്നും നമുക്ക് വേണ്ട. മറിച്ച് നിങ്ങൾ അവിടെ
മനസ്സിലാക്കേണ്ടത് ഇതുവരെ ഞാൻ പഠിച്ച രീതിയിലല്ല അപ്പോൾ ഇനി ഞാൻ പഠിക്കേണ്ടത്. അവിടെയുള്ള ചേഞ്ച് എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി അതിനനുസരിച്ച് മാറുക. ഇനി ചിലപ്പോൾ ഒറ്റയ്ക്ക് നിങ്ങൾക്ക് അങ്ങനെ ഒരു ചേഞ്ച് മനസ്സിലാക്കാൻ ആദ്യത്തെ ഒരു സമയത്ത് പറ്റുന്നില്ലെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഏത് പ്രൊഫസറിൻ്റെ അല്ലെങ്കിൽ ഏത് കോർഡിനേറ്ററോ ഏത് മെൻറ്റർ ആയാലും അതിനുള്ള സപ്പോർട്ട് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്ത് തരും. അവരോട് കൃത്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കി ബേസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പഠിച്ചു പോവുക. കാരണം ഇങ്ങനെ പഠിച്ചാലുള്ള ഏറ്റവും വലിയ പ്രയോജനം എന്താണെന്ന് ചോദിച്ചാൽ 2025 ഏതാണ്ട് 20-ന് മുകളിൽ വിവിധ എൻട്രൻസുകളുണ്ട്. അതുപോലെ തന്നെ മറ്റു പല മേഖലകളിലും ഒരുപക്ഷെ നിങ്ങളുടെ പല പല പ്ലാനുകൾ, ഒരു പ്ലാൻ ആയിരിക്കരുത്, പല പല പ്ലാനുകൾ നിങ്ങൾക്കുണ്ടായിരിക്കണം. ആ പ്ലാനുകളിൽ ഒന്നല്ലെങ്കിൽ മറ്റൊന്നിൽ 100% വിജയിക്കാനുള്ള കപ്പാസിറ്റി നിങ്ങൾക്കുണ്ടായിരിക്കും. കാരണം ഒന്ന്, +1 +2 NCERTയുടെ എല്ലാ ചാപ്റ്ററുകളും ഏറ്റവും തറവായിട്ട് നിങ്ങൾ പഠിച്ചു കഴിയും. ഏത് റാങ്കിൽ വരുന്ന കുട്ടിയാണെങ്കിലും, അത് ഓൾ ഇന്ത്യ റാങ്ക് 1 കിട്ടുന്ന കുട്ടിയാണെങ്കിലും ഓൾ ഇന്ത്യ റാങ്ക് 1,00,000 കിട്ടുന്ന കുട്ടിയാണെങ്കിലും മുഴുവൻ ചാപ്റ്ററുകളും ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് അല്ലെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഏറ്റവും നന്നായിട്ട് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിരിക്കും. ഏത് നിലവിലുള്ള ഏത് ഒബ്ജക്റ്റീവ് ടൈപ്പ് എൻട്രൻസ്, PSC എക്സാമുകളോ UPSC എക്സാമുകളോ റെയിൽവേയോ ബാങ്കിങ് സെക്ടറുകളോ അല്ലെങ്കിൽ സിവിൽ സർവീസ് എക്സാമുകളോ, ഒബ്ജക്റ്റീവ് മാതൃകയിലുള്ള ഇനി നിങ്ങൾ ഫേസ് ചെയ്യാൻ പോകുന്ന ഏത് എക്സാമുകൾക്കും ഏറ്റവും നല്ലൊരു അടിത്തറയായിരിക്കും ഇവിടെ നിന്ന് കിട്ടുന്ന പരിശീലനം. കാരണം അത്രയധികം പരീക്ഷകളിലൂടെ കാരണം നിങ്ങൾ ആദ്യത്തെ ദിവസം ജോയിൻ ചെയ്യുന്ന അന്നു മുതൽ ഇവിടെ നിന്ന് പടിയിറങ്ങുന്ന എൻട്രൻസിൻ്റെ തലേ ദിവസം വരെ എന്നും ഒന്നിലധികം പരീക്ഷകളെന്നെങ്കിലും എഴുതാവുന്ന അത്ര പരീക്ഷകളിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത്. അങ്ങനെയാണ് നമ്മൾ എത്രത്തോളം ചാപ്റ്ററുകൾ പഠിച്ചിട്ടുണ്ട്, ഇനി കൂടുതൽ പഠിക്കേണ്ടതുണ്ട്, നമ്മൾ ഓൾറെഡി പഠിച്ചു വെച്ചിരിക്കുന്നതിനെ എത്രയും പെട്ടെന്ന് നമുക്ക് ആൻസറിലോട്ട് എത്തിക്കാവുന്ന രീതി നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പം ഇനി നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരു ഒബ്ജക്റ്റീവ് ടൈപ്പ് ഏത് ലെവലിലുള്ള പരീക്ഷ വന്നു കഴിഞ്ഞാലും എത്രയും വേഗത്തിൽ നിങ്ങൾക്ക് ഉത്തരത്തിലോട്ട് എത്താൻ പറ്റുന്ന ഒരു പരിശീലന പദ്ധതിയിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത്. നമുക്കിപ്പോൾ ഡോക്ടർ എന്ന മോഹവുമായിട്ട് ഇവിടെ വരുന്ന ഒരുപാട് കുട്ടികളുണ്ട്. ഇനി അതിനപ്പുറം ഡോക്ടർ ആകണ്ട, പക്ഷെ ഒരു സയൻറ്റിസ്റ്റ് ആകണം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഹൈ പൊസിഷനിൽ എത്തണം, അങ്ങനെ ആഗ്രഹങ്ങൾ നമുക്ക് പലതാണ്. പക്ഷേ സാറ് പറഞ്ഞ പോലെ നമുക്ക് എന്ത് ആഗ്രഹം ഉണ്ടെങ്കിലും ഇന്നത്തെ കാലത്ത് അത് അച്ചീവ് ചെയ്യണമെങ്കിൽ ഒരു പരീക്ഷ നമ്മൾ ഫേസ് ചെയ്തേ പറ്റും. ആ പരീക്ഷ എന്ന് പറയുന്നത് നിങ്ങൾ മാത്രം എഴുതുന്ന ഒരു പരീക്ഷയല്ല, മറിച്ച് നിങ്ങളെപ്പോലെ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ അത്രയും ഹാർഡ് വർക്ക് ചെയ്യുന്ന അത്രയും മെറിറ്റോറിയസ് ആയിട്ടുള്ള ലക്ഷക്കണക്കിന് സ്റ്റുഡൻസുമായിട്ടാണ് നമ്മൾ കോമ്പീറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതൊരു സത്യമായിട്ട് തന്നെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടുള്ള ഒരു മെച്യൂരിറ്റി, ഇനി ഓരോ ലെവലിലും നമ്മൾ ഓരോ പരീക്ഷയും അറ്റൈൻ ചെയ്യാനുള്ള ഒരു മെച്യൂരിറ്റി, നമ്മുടെ പഠന നിലവാരത്തിലുള്ള ചേഞ്ചുകൾ, നമ്മൾ ഓരോ കാര്യത്തിനെയും ഇനി വളരെ സീരിയസ് ആയിട്ട് ഏറ്റവും നമ്മൾ റിലാക്സ്ഡ് ആയിട്ട് തന്നെ കാര്യങ്ങളെ കാണണം. അതോടൊപ്പം തന്നെ കാര്യങ്ങളെ തിരിച്ചറിയാനുള്ള ഒരു മെച്യൂരിറ്റിയും നമുക്കിനി വേണം. ആ മെച്യൂരിറ്റി വരുമ്പോൾ തന്നെ ഓക്കെ, എനിക്ക് മാർക്ക് കുറയുന്നു, ഞാൻ എന്താണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഈ സ്ട്രീമിലൂടെ അല്ല ഞാൻ പോയി വന്നത്, ഇതല്ല ഒരു കോമ്പറ്റീറ്റീവ് എക്സാമിനേഷൻ്റെ വേർഷൻ, ഞാനൊന്ന് മാറി ചിന്തിക്കണം. അവിടെ നിങ്ങൾ തളർന്നു പോകാതെ, ഒരു പക്ഷേ ഈ പറഞ്ഞ പോലെ വീട്ടിൽ നിന്നൊക്കെ മാറി നിൽക്കുമ്പോൾ നമുക്കൊരു ചെറിയ കാര്യം പോലും നമ്മളെ പെട്ടെന്നൊന്ന് തളർത്തിയേക്കാം. ആ തളർച്ചയെ ഓവർകം ചെയ്ത് നിങ്ങൾ കുറച്ചുകൂടെ മുന്നോട്ട് വരണമെങ്കിൽ നമ്മുടെ എയിം നമുക്ക് ഷാർപ്പായിരിക്കണം. അത് ഒരു കൃത്യ എയിം തന്നെ ഉണ്ടാവണമെന്നുമില്ല. ഈ പറയുന്ന പോലെ നമുക്ക് ആ സമയത്ത് ചിലപ്പോൾ മാറി ചിന്തിക്കാം, എനിക്കിപ്പോൾ ഡോക്ടർ ആകണ്ട, പകുതി എത്തിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അതിനേക്കാളും നല്ല ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, എനിക്ക് സയൻറ്റിസ്റ്റ് ആയാൽ മതി, അപ്പം ഞാൻ കുറച്ചുകൂടെ ആപ്ലിക്കേഷൻ ലെവലിൽ ഓരോ ക്വസ്റ്റനെയും ഒബ്ജക്റ്റീവായിട്ട് കാണണം, അതിന് ഞാൻ എന്തൊക്കെ ചെയ്യണം. അങ്ങനെ നിങ്ങൾ എന്താണോ നിങ്ങളുടെ ടാർഗറ്റ് അതിനനുസരിച്ച് നിങ്ങൾ ഈ കോമ്പറ്റീറ്റീവ് എക്സാമിനുകളെ ഫേസ് ചെയ്യാനുള്ള ഒരു തയ്യാറെടുപ്പ് ഈ ഒരു വർഷവും അത് തന്നെയായിരിക്കും ഞങ്ങൾ ചെയ്യുന്നത്. നിങ്ങളും അത് തന്നെയാണ് ചെയ്തു വരേണ്ടത്. ഇതൊന്നും തന്നെ ഒരു സ്ട്രീമിലേക്ക് വരുന്ന ഒരു കുഞ്ഞിനെ പേടിപ്പെടുത്താനോ വേറെ എന്തോ ഒന്നും അല്ല ഞങ്ങൾ പറയുന്നത്. പക്ഷെ എങ്കിലും ഇതൊക്കെ ഒരു പകുതിയാകുമ്പോൾ പറഞ്ഞു തന്നിട്ട് ഒരു കാര്യവും ഇല്ല. ഒരു ചെടി വളർന്നു വരാൻ തുടങ്ങുന്നതിന് മുൻപ് അതിനെ ഏറ്റവും നന്നായിട്ട് കൊണ്ടുവന്നാലേ അത് തുടക്കം വീടൂ. പകുതി എത്തിയിട്ട് ഈ നമ്മൾ കതിരിന്മേൽ വളം വയ്ക്കുക എന്ന് പറയും, അതിൽ ഒരു കാര്യവും ഇല്ലാത്തത് കൊണ്ടാണ് ഏറ്റവും ആദ്യം തന്നെ നിങ്ങൾ എത്തുന്നതിന് മുൻപ് തന്നെ ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ്. ഈ വർഷം 25 ലക്ഷം ആപ്ലിക്കൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഊഹിക്കാൻ പറ്റും ഒരു കോമ്പറ്റീഷൻ്റെ ലെവൽ എന്താണെന്ന്. ആ ലെവലിലേക്ക് എത്താൻ കഴിവുള്ള കുട്ടികളാണ് നിങ്ങൾ ഓരോരുത്തരും. അതുകൊണ്ടാണ് ശരിക്കും ബ്രില്യൻറ്റ് ഫാമിലിയുടെ ഭാഗമായിട്ട് നിങ്ങളിവിടെ നിൽക്കുന്നത് പോലും. ഇനി നിങ്ങളിൽ ആരാണ് ഏറ്റവും വേഗം എത്തുന്നതെന്ന ഒരു ചോദ്യം, അത് ഇനി നിങ്ങൾ പരസ്പരമാണ് ചോദിക്കേണ്ടത്. ഇന്ത്യയിലെ ഓരോ കുട്ടികളോടും നിങ്ങൾ മത്സരിക്കുമ്പോൾ ബാക്കി ഫെസിലിറ്റി വൈസ് എല്ലാം തന്നെ നിങ്ങൾ ഇന്ത്യയിലെ നമ്പർ 1 കുട്ടികളായിട്ടാണ് ഈ കോഴ്സിൻ്റെ ഭാഗമായിരിക്കുന്നത്. ഇനി അതിലൊട്ടും ചുവടുകൾ പിഴയ്ക്കാതെ ഏറ്റവും വേഗത്തിൽ മുന്നോട്ട് പോകുന്നതിനുള്ള തയ്യാറെടുപ്പുകൾ, അത് മാനസികമായും ശാരീരിക
ശാരീരികമായും എല്ലാം നമ്മൾ തുടക്കത്തിലേ ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങളത് ഈ കാര്യങ്ങളെല്ലാം നിങ്ങളോട് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. സ്റ്റഡി മെറ്റീരിയൽ ആണെങ്കിൽ 28ഓളം സ്റ്റഡി മെറ്റീരിയൽ ബ്രില്യൻറ്റിൻ്റെ പാക്കേജിലുണ്ട്. അതിൽ ഓരോന്നിനകത്തും ക്ലാസ് നോട്ടുകളുണ്ട്, ബ്രില്യൻറ്റിൻ്റെ വർക്ക് ബുക്കുകളുണ്ട്, ഫിംഗർ ടിപ്സുകളുണ്ട്. ഓരോ കാര്യങ്ങളും എന്തിനാണ്, അത് ചിലപ്പം ഓരോരുത്തർക്കും ഓരോ തരത്തിലായിരിക്കും ഉപയോഗിക്കേണ്ടത്. കാരണം ഒരു ചാപ്റ്റർ നന്നായിട്ട് പഠിച്ചു, കറണ്ട് സെറ്റ് നന്നായിട്ട് പഠിച്ചു, ക്ലാസ്സിൽ നന്നായിട്ട് പഠിച്ച്, സ്കൂളിൽ +1 +2 നന്നായിട്ട് പഠിച്ചൊരു വിദ്യാർത്ഥിയാണ്, 95% മുകളിൽ മാർക്കുള്ള കുട്ടിയാണ്. വീണ്ടും ഇവിടെ ആ ചാപ്റ്റർ വളരെ നന്നായിട്ട് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്നു, അതിൻ്റെ പരീക്ഷകൾ എഴുതുന്നു. എന്നിരുന്നാലും നമുക്ക് അടുത്ത മെയ് വരെ ഈ ചാപ്റ്ററിനെ നമ്മൾ റിവൈസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്? ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ ഈ സമയങ്ങളിലൊക്കെ ഈ ചാപ്റ്ററുകളിലൂടെ നമ്മൾ കടന്നു പോകേണ്ടതാണ്. അപ്പം ഈ ടെക്സ്റ്റുകളിൽ ഏതാണ് അങ്ങനെ ഉപയോഗിക്കേണ്ടത്, ഈ ചാപ്റ്ററുകളെ മറക്കാതെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഇതിനോട് ഇതാണ് ഒരു സിസ്റ്റം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ NCERT ടെക്സ്റ്റ് ബുക്ക് A to Z ജാനുവരിയുള്ള സമയം NCERT ടെക്സ്റ്റ് ബുക്കിലുള്ള ഓരോ കണ്ടന്റും നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഒരുപക്ഷെ ജാനുവരി എത്തുമ്പോഴേക്കും അതിനകത്തുള്ള NCERT ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു ലൈൻ പോലും നിങ്ങൾക്ക് അറിയാത്തതായിട്ട് ഉണ്ടാകാൻ പാടില്ല. പിന്നെ ജാനുവരി കഴിഞ്ഞുള്ള സമയം നിങ്ങൾ പഠിച്ചതെല്ലാം ഓർക്കുന്നുണ്ടോ, അതെങ്ങനെ റിവൈസ് ചെയ്യാം എന്നുള്ളത് അത് ടെസ്റ്റ് ചെയ്യാനും നിങ്ങളുടെ സ്പീഡ് കൂട്ടാനും ആക്യുറസി കൂട്ടാനും ടൈം മാനേജ്മെന്റിനും ഒക്കെയുള്ള എക്സാമുകളാണ്. പക്ഷേ എക്സാം എഴുതുന്നതിന് മുൻപ് നമ്മൾ അതിന് തയ്യാറെടുത്തിരിക്കണം. സോ ഒരു തിയറി പഠനം തന്നെയാണ് ജാനുവരി വരെയുള്ള സമയം. ശരിക്കും പറഞ്ഞാൽ റാദർ ദാൻ ഡൂയിങ് ദ ക്വസ്റ്റ്യൻസ് നമ്മൾ ആ കോണ്ടന്റിനെ കൃത്യമായിട്ട് പഠിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ജാനുവരിക്ക് ശേഷം പിന്നെ അത് പ്രാക്ടീസ് ചെയ്യുക. പഠനവും പ്രാക്ടീസുമാണ്. ആ പഠനം ജാനുവരി ഫിനിഷ് ചെയ്യുമ്പോഴേക്കും നമ്മൾ തുടങ്ങിയപ്പോൾ പറഞ്ഞതുപോലെ +1 and +2 എല്ലാ സബ്ജക്റ്റും എല്ലാ ചാപ്റ്റേഴ്സും എല്ലാ കോണ്ടന്റും എല്ലാ ലൈനുകളും നമുക്കറിയാമായിരിക്കണം. അല്ലെങ്കിൽ ഓരോ ലൈനിൽ നിന്നും ബയോളജിയൊക്കെ ഓരോ ലൈനിലും എന്താണ് ഒളിഞ്ഞിരിക്കുന്നത്, അതിൻ്റെ പിറകിലുള്ള കോൺസെപ്റ്റ് എന്താണ്, അതിൻ്റെ പുറകിലുള്ള സയൻസ് എന്താണെന്ന് കൃത്യമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. അങ്ങനെ അറിഞ്ഞാൽ പിന്നെ നമുക്ക് അടുത്ത വരുന്ന കുറേ മാസങ്ങൾ പരീക്ഷകളുടെ കാലമാണ്. പരീക്ഷ എത്തുമ്പോൾ പഠിക്കാൻ നിൽക്കാതെ പഠിക്കേണ്ട സമയത്ത് പഠിച്ച് തീർത്ത് പരീക്ഷ എഴുതുമ്പോൾ പരീക്ഷ എഴുതാം. അങ്ങനെ പോയി കഴിഞ്ഞാൽ പരീക്ഷ കഴിയുമ്പോഴേക്കും നിങ്ങളൊരു 5, 6, 7, 8 പ്രാവശ്യം NCERTയുടെ ഓരോ ചാപ്റ്ററിലൂടെയും കടന്നു പോയിട്ടുണ്ടാകാം. അല്ലെങ്കിൽ നിങ്ങളുടെ നമ്പർ ഓഫ് റിവിഷൻസിൻ്റെ എമൗണ്ട് ലാസ്റ്റ് ഒക്കെ ആകുമ്പോൾ ചിലപ്പോൾ ഒരു ചാപ്റ്റർ നിങ്ങൾ ഇതുവരെ തുറന്നിട്ടില്ല, ആദ്യമായിട്ട് മാർച്ചിൽ തുറക്കുവാണ്, ഒറ്റ പ്രാവശ്യമേ നിങ്ങൾക്ക് ആ ചാപ്റ്ററിലൂടെ കടന്നു പോകാൻ പറ്റൂ. 8, 10 പ്രാവശ്യം ഒരു ചാപ്റ്ററിലൂടെ കടന്നു പോകുന്നതും ഒരു പ്രാവശ്യം ഒരു ചാപ്റ്ററിലൂടെ കടന്നു പോകുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ആ വ്യത്യാസം തന്നെയാണ് ഇത്രയും എക്സലൻ്റ് ആയിട്ടുള്ള കുട്ടികൾക്കിടയിലും ഒരാൾ കുറച്ച് മുന്നോട്ട് പോകാനും മറ്റൊരാൾ കുറച്ചൊന്ന് പുറകിൽ പോകാനും ഉള്ള കാരണം. അത് നിങ്ങൾ ആദ്യമേ തിരിച്ചറിഞ്ഞ് ആ വഴിയിലൂടെ പോയാൽ ഒരു പ്രോബ്ലവും ഇല്ലാതെ നിങ്ങൾക്കും 720 സ്വന്തമാക്കാം. മാത്രമല്ല 720 മാത്രമല്ല, നിങ്ങളുടെ സ്വപ്നം എന്താണോ അത് നേടിയെടുക്കാൻ നിങ്ങൾക്ക് പറ്റും. ഇപ്പം നമ്മുടെ സ്വപ്നത്തിലോട്ടുള്ള ആ യാത്രയിൽ, അതിൻ്റെ റിയാലിറ്റിയിലുള്ള യാത്രയിൽ അതിനെ ഇഷ്ടപ്പെട്ട് നമുക്ക് സത്യമായിട്ടും നമുക്ക് ആ സ്വപ്നത്തിനെ ഇഷ്ടപ്പെട്ട് തുടങ്ങുമ്പോൾ അതിനു വേണ്ടിയിട്ട് നമ്മൾ എത്ര ഹാർഡ് വർക്ക് ചെയ്താലും അത് നമുക്കൊരു ഫീൽ ചെയ്യൂല എന്ന് പറയുന്നത് പോലെ ആ സ്വപ്നത്തിനെ നമുക്ക് യാഥാർത്ഥ്യമാക്കാൻ കഷ്ടപ്പെടാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് ബ്രില്യൻ ഫാമിലിയിലോട്ട് ധൈര്യമായിട്ട് കടന്നു വരാം. അതിന് കപ്പാസിറ്റി ഉണ്ടെന്ന്, പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് തെളിയിച്ചവരാണ് നിങ്ങൾ. അതുകൊണ്ട് മാത്രമാണ് നിങ്ങളെ സെലക്ട് ചെയ്തതും. ഇനി നമുക്ക് വീട്ടിൽ വെച്ചിട്ട് വരേണ്ട കുറേ കാര്യങ്ങളുണ്ട്, ഇവിടെ വന്നാൽ ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അപ്പം ആ കമ്പാരിസണുകളെക്കുറിച്ച് കൂട്ടത്തിൽ നമ്മുടെ കൂട്ടുകാരുണ്ട്. കാരണം വീട്ടിൽ നിന്നൊക്കെ മാറി ആദ്യമായിട്ട് നമ്മളൊരു ഹോസ്റ്റൽ ലൈഫിലോട്ട് ഒരു ആരോഗ്യകരമായിട്ടുള്ള ഒരു മത്സര പരീക്ഷയുടെ ക്രമത്തിലേക്ക് നമ്മൾ പോവുകയാണ്. അപ്പം അതിനുള്ള മാനസികമായ അവസ്ഥ തീർച്ചയായിട്ടും അതും, കാരണം തീർച്ചയായിട്ടും ഒരേ ക്ലാസ്സിൽ പഠിച്ച കുട്ടികൾ, അതുപോലെ പരസ്പരം ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത കുട്ടികൾ, ഏതാണ്ട് 1200ഓളം സ്കൂളുകളിൽ നിന്നുള്ള കുട്ടികൾ. അപ്പം ഇവരാണ് ബ്രില്യൻറ്റിൻ്റെ ക്യാമ്പസിൽ നിങ്ങളെ ഫേസ് ചെയ്യുന്നത്. അതിനും ഒരു തയ്യാറെടുപ്പ് വേണ്ടതാണ്. തീർച്ചയായിട്ടും വേണം. നമ്മൾ വീട്ടിലെന്ന് പറഞ്ഞാൽ നമ്മുടെ റൂം, നമ്മുടെ വീട്, അവിടെ നമ്മുടെ എന്ന് പറയുമ്പോൾ ഇതും നിങ്ങളുടെ തന്നെയാണ്, ബ്രില്യൻറ്റ് നിങ്ങളുടെ തന്നെയാണ്. പക്ഷേ ഇവിടെ ബ്രില്യൻറ്റ് നിങ്ങളുടേതാവുമ്പോൾ ബ്രില്യൻറ്റ് വന്നിരിക്കുന്ന എല്ലാ കുട്ടികളുടെയുമാണ് ബ്രില്യൻറ്റ്. അവിടെ നമ്മൾ സൊസൈറ്റിയിൽ ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു സോഷ്യൽ ബീയിങ് ആകുന്നതിൻ്റെ ആദ്യത്തെ മെച്യൂരിറ്റി നമ്മൾ കാണിച്ചു തുടങ്ങുന്നത് ഒരു ഹോസ്റ്റലിലായിരിക്കണം. ചിലപ്പോൾ നിങ്ങളുടെ റൂംമേറ്റിന് ഇച്ചിരി ഒന്ന് മാർക്ക് കുറയുന്നു, അല്ലെങ്കിൽ നിങ്ങളോടൊപ്പം എത്താൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ചിലപ്പോൾ രാത്രി ഒരുപാട് നേരം ലൈറ്റ് ഇട്ട് പഠിക്കുന്ന ഒരു സ്വഭാവമായിരിക്കാം, നിങ്ങൾക്ക് ചിലപ്പോൾ ഏർലി മോർണിംഗ് പഠിക്കുന്നതായിരിക്കാം ഇഷ്ടം. അങ്ങനെയൊക്കെയുള്ള ഡിഫറൻസ് ഉണ്ടാകും. അങ്ങനെ ഉണ്ടാകുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളെല്ലാവരും ഓരോ ഇൻഡിവിജ്വൽസ് ആണ്. നമ്മൾ പല സാഹചര്യങ്ങളിൽ വളർന്നവരാണ്, പല രീതിയിൽ വളർന്നവരാണ്. ചിലപ്പോൾ നിങ്ങൾ നേരത്തെ തന്നെ
നല്ല മെച്ചോർഡായിട്ട് ഒത്തിരി പാമ്പടൊന്നും അല്ലാതെ വളർന്നുകൊണ്ട് നിങ്ങൾക്ക് ചില കാര്യങ്ങൾ വളരെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. പക്ഷെ നിങ്ങളുടെ ഒരു റൂംമേറ്റിന് അത്രയും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം പുള്ളിക്കാരി ഒത്തിരി പാമ്പേർഡ് ആയിട്ട് വന്നൊരു കുട്ടിയാണ്. അപ്പോൾ അതിൻ്റെ വ്യത്യാസങ്ങൾ ആ കുട്ടിയിൽ ഉണ്ടാകാം. ഇത് നമ്മളെല്ലാവരും മനസ്സിലാക്കണം. നമ്മുടെ വീട്ടിൽ നിന്ന്, നമ്മുടെ കംഫർട്ട് സോണിൽ നിന്ന് നമ്മൾ മാറുകയാണ്. അടുത്ത സോണിനെ നമ്മുടെ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് നിർത്തണമെങ്കിൽ നമ്മൾ ആദ്യം ആ കംഫർട്ടിനെ ആക്സെപ്റ്റ് ചെയ്യണം. അപ്പോൾ ഓരോ കുട്ടിയും എന്ത് നിങ്ങൾക്ക് ബുദ്ധിമുട്ട് വന്നാലും നിങ്ങൾക്ക് അധ്യാപകരെയോ മെന്റേഴ്സിനെയോ കോർഡിനേറ്റേഴ്സിനോ ഈവൻ ഡയറക്ടേഴ്സിനെ പോലും അപ്രോച്ച് ചെയ്ത് നിങ്ങളുടെ കാര്യങ്ങൾ സംസാരിക്കാം. അപ്പോൾ അവിടെ നിങ്ങൾ എല്ലാവരും ഉൾക്കൊണ്ട്, ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ നമ്മളൊരു ഇൻഡിവിജ്വൽ എന്നുള്ള രീതിയിൽ നിന്ന് മാറി നമ്മളൊരു സോഷ്യൽ ബീയിങ് ആകാൻ പോവുകയാണ്. അവിടെ നമുക്ക് കുറേ ഒരു ആക്സെപ്റ്റൻസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ആ അക്സെപ്റ്റൻസിനും നിങ്ങൾ മാനസികമായിട്ട് തയ്യാറെടുത്ത് വേണം നമ്മളിലേക്ക് എത്താൻ. കാരണം ഹോസ്റ്റലിൽ ഇപ്പോൾ പറഞ്ഞു, നമുക്ക് നമ്മുടേതായ രീതിയിൽ പഠിക്കാനുള്ള പലവിധ സംവിധാനങ്ങളുണ്ട്. നമുക്ക് റൂമുകളുണ്ട്, റെഫറൻസ് ലൈബ്രറികളുണ്ട്, കോമൺ ആയിട്ടുള്ള സ്റ്റഡി ഹാളുണ്ട്. അപ്പം നമുക്ക് ഏതാണോ നമുക്ക് പഠിക്കാനുള്ള രീതി, അതിനുള്ളത് ആ ഹോസ്റ്റലിലോ അല്ലെങ്കിൽ ക്യാമ്പസിലോ ക്ലാസ്സിലോ ഉണ്ട്. അപ്പം അതിൽ നിന്ന് നമുക്ക് വേണ്ടതിനെ തിരഞ്ഞെടുക്കുകയും നമുക്ക് നമ്മുടെ രീതിയിൽ പഠിക്കുകയും പഠിത്തം തുടരുകയും ചെയ്യാം. അതിനൊരിക്കലും ഒന്നും ഒരു തടസ്സമാവുകയില്ല. അപ്പം നമ്മുടെ സ്വപ്നങ്ങൾക്ക് യാതൊരുവിധ തടസ്സങ്ങളും നിങ്ങൾക്ക് ബ്രില്യൻ ഫാമിലിയിൽ നിന്നുണ്ടാവുകയില്ല. അത് ഗ്യാരണ്ടീഡാണ്. ഫാക്കൽറ്റി, സ്റ്റഡി മെറ്റീരിയൽ, ക്ലാസ്സുകൾ, എക്സാമുകൾ, ഹോസ്റ്റൽ ലൈഫ്, എവറിത്തിങ്. കാരണം 40 വർഷമായിട്ട് ഈ മേഖലയിൽ ഓരോ കാര്യങ്ങളും, കുട്ടികളുടെ ഓരോ കാര്യങ്ങളും, വിജയത്തിന് വേണ്ട ഓരോ കാര്യങ്ങളും തീർച്ചയായിട്ടും കടഞ്ഞെടുത്തത് തന്നെയാണ് ഞങ്ങൾ ഓരോ അക്കാഡമിക് ഇയറിലും കൊണ്ടുപോകുന്നത്. അതാണ് 2025 നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഓരോ സ്പോട്ടിലും ഡയറക്ടേഴ്സിൻ്റെ, കോർഡിനേറ്റേഴ്സിൻ്റെ ശ്രദ്ധയുണ്ട്. അവർ അതിനു വേണ്ടിയിട്ട് ഇപ്പോൾ തന്നെ നിരന്തര പരിശ്രമത്തിലുമാണ്. അപ്പം നിങ്ങൾക്ക് ഏറ്റവും അഭിമാനത്തോടെ ഈ ക്യാമ്പസിലോട്ട് കടന്നു വരാം. നിങ്ങൾ അതിന് കഴിവ് തെളിയിച്ചവരാണ്. ഞങ്ങളുടെ രീതിയിലും കഴിവ് തെളിയിച്ചവർ തന്നെയാണ്. സോ നിങ്ങൾ സ്വപ്നം കണ്ടു തുടങ്ങിക്കോ. സ്വപ്നം കാണുക മാത്രമല്ല, ആ സ്വപ്നത്തെ അച്ചീവ് ചെയ്യാനുള്ള ഹാർഡ് വർക്ക് ചെയ്യാനും നിങ്ങൾ തയ്യാറെടുത്തോ. ഞങ്ങൾ ബാക്കി എല്ലാ സിസ്റ്റവുമായിട്ട് ഇവിടെ റെഡി ആയിട്ട് ഞങ്ങളെ ഓരോ മക്കളെയും കാത്ത് ഇവിടെ ഒരു കുടുംബം കാത്തിരിക്കുന്നുണ്ട്. സോ എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ട് ഒരു വർഷം അടിച്ച് പൊളിക്കാനായിട്ട് ബ്രില്യൻറ്റിലേക്ക് വന്നോ. ഞങ്ങൾ എല്ലാവരും ഇവിടെ ഉണ്ട്. അപ്പോൾ ഓക്കെ, സ്വാഗതം എല്ലാവർക്കും. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും മാക്സിമം ഷെയർ ചെയ്യുക.